Hi, today's topic is objectives of financial management. There are various parties interested in an organization. Shareholders, management, workers, consumers, and society at large are the parties interested in an organization. It is required to safeguard the interest of all these parties. ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഓർഗനൈസേഷന്റെ ബാധ്യതയാണ്. Hence, the objectives of management are also varied. The objectives of financial management may be broadly classified into two. They are financial objectives and non-financial objectives. Financial objectives includes profit maximization, wealth maximization, and value maximization. So the financial objectives includes these three objectives: profit maximization, wealth maximization, and value maximization. It is essential to identify the objectives because all the efforts of financial manager would be to achieve that objectives. അതായത് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ബിസിനസ് ഫേംസിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. Maximization of profit is generally regarded as the main objective of business enterprises. എല്ലാ ബിസിനസ് എന്റർപ്രൈസസിന്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. In the opinion of Milton, the main objective of the business is to earn maximum profit. Maximum profit ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ബിസിനസിന്റെയും ഒബ്ജക്റ്റീവ് എന്ന് മിൽട്ടൺ ഒപ്പീനിയൻ ചെയ്യുന്നു. According to him, the business of business is business. മിൽട്ടൺ ഡിഫൈൻ ചെയ്യുന്നത് ദ ബിസിനസ് ഓഫ് ബിസിനസ് ഇസ് ബിസിനസ്. ബിസിനസിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യലാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് ടു സേഫ്ഗാർഡ് ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് ഹു ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ കമ്പനി. കമ്പനിയായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കണക്ട് ചെയ്യപ്പെടുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടല്ലോ, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, അതുപോലെയുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ഇൻട്രസ്റ്റിന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യം. These parties, especially shareholders and creditors, have contributed funds with which the company is carrying on its operation. ബിസിനസിന്റെ ഓപ്പറേഷൻസ് നടത്താൻ, ബിസിനസ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള ടീമാണ്. ഓക്കെ, സോ all these interested parties must get maximum profit for their contribution. അത്തരത്തിൽ ഇത്തരം കോൺട്രിബ്യൂട്ടറീസിന് എന്ത് കിട്ടണം? അവരുടെ മാക്സിമം ബെനിഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് പോസിബിൾ ഓൺലി വെൻ ദ കമ്പനി ഏൺസ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഇത് എപ്പോഴും മാത്രമാണ് സാധ്യമാവുന്നത്? കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴാണ്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, ദ എയിം ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഇസ് ടു ഏൺ ദ മാക്സിമം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ അത്തരത്തിൽ പറയുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. കാരണം അപ്പോഴാണ് ഈ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിൽ മെയിൻ ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ കൂടുതലും മാക്സിമൈസ് ചെയ്യുക പ്രോഫിറ്റിന് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അതായത് എല്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. All financial decisions are made with a view to maximize profit of the firm with all its investment and savings. പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കുക, അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസിൽ എടുക്കുക വഴി മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. This objectives helps measure of economic performance and efficiency of a business concern. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേംസിന്റെ സക്സസിനെ അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയെ അല്ലെങ്കിൽ അവരുടെ ഒരു പാരാമീറ്റർ അളക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. So let's move on to the advantages of profit maximization. എന്തൊക്കെ ഗുണങ്ങളാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസിൽ പ്രോഫിറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് ദ സക്സസ് ഓർ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് എന്റർപ്രൈസസ്. ബിസിനസിന്റെ സക്സസ് അല്ലെങ്കിൽ എഫിഷ്യൻസി അളക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പ്രോഫിറ്റബിലിറ്റി.
മാറുന്നത്. അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് സക്സസ് ഓഫ് ഓർ എഫിഷ്യൻസി, ബിസിനസിന്റെ സക്സസ് അല്ലെങ്കിൽ എഫിഷ്യൻസി അളക്കുന്ന പാരാമീറ്റർ ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല പ്രോഫിറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് അത്യാവശ്യമാണ്. ദെൻ സോഷ്യൽ വെൽഫെയർ ഇസ് അച്ചീവ്ഡ് ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സോഷ്യൽ വെൽഫെയർ അതായത് ചാരിറ്റി പോലുള്ള മറ്റ് കാര്യങ്ങൾ, സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിൽ ബിസിനസ്സിന് ഏർപ്പെടണമെങ്കിൽ അവർക്ക് എന്ത് വേണം? കമ്പനിക്ക് ഏർപ്പെടണമെങ്കിൽ, എന്റർപ്രൈസസിന് ഏർപ്പെടണമെങ്കിൽ പ്രോഫിറ്റ് വേണം. സോ സോഷ്യൽ വെൽഫെയർ ഇസ് അച്ചീവ്ഡ് ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താലേ ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നത്. ദെൻ മാക്സിമം പ്രോഫിറ്റ് എനേബിൾസ് ടു സെറ്റ് അസൈഡ് സഫിഷ്യന്റ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ സാധ്യമാവുന്നത്. ദെൻ പ്രോഫിറ്റ് അട്രാക്ട്സ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ദിയർ സേവിങ്സ് ആൻഡ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ നന്നായി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ബിസിനസ് ഫേംസ് ആകുമ്പോൾ അത്തരം കമ്പനീസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഈ ഒരു പ്രോഫിറ്റബിലിറ്റി, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ഒബ്ജക്റ്റീവ് കൊണ്ടാണ് സാധ്യമാകുന്നത്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്. അതായത് പ്രോഫിറ്റബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന്റെ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ആണ്. പിന്നെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ ഉള്ള മെയിൻ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് പ്രോഫിറ്റിനെയാണ് കണക്കാക്കുന്നത്. പിന്നെ സോഷ്യൽ വെൽഫെയർ സാധ്യമാവുന്നത് ഈ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ പ്രോഫിറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ബിസിനസ്സസ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നല്ല ഇൻവെസ്റ്റ്മെന്റിലൊക്കെ, നല്ല പ്രോജക്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത്തരം കമ്പനീസിന് ഫണ്ടിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഫണ്ട് റേസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അവർക്ക് എളുപ്പത്തിൽ തന്നെ റിസർവ് ഒക്കെ മാറ്റിവെക്കുന്ന ക്യാഷിനെ എൻകാഷ് ചെയ്തുകൊണ്ട്, ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ റിസ്ക് ഓഫ് ബിസിനസ്സിന് കുറച്ചെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിന് സാധിക്കുന്നു. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്രിറ്റിസിസം ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്തൊക്കെ ക്രിറ്റിസിസം ആണ്? അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒബ്ജക്റ്റീവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ഷൻ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഇസ് അൺസർട്ടൈൻ, ഹെൻസ് പ്രോഫിറ്റ് കനോട്ട് ബി അസർട്ടൈൻ വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു മാക്സിമൈസ് വാട്ട് ഈസ് അൺനോൺ. അറിയാത്തൊരു സംഭവത്തിനെ മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൈൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഇന്ന വർഷത്തിൽ ഇല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ളതിനെ മാക്സിമൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരു എന്താ പറയാ, പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ദെൻ ദ ഡിസിഷൻ മേക്കേഴ്സ് മേ നോട്ട് ഹാവ് ഇനഫ് കോൺഫിഡൻസ് ഇൻ ദ എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ റിട്ടേൺ സോ ദാറ്റ് ഹി ഡസ് നോട്ട് ട്രൈ ഫർദർ ടു മാക്സിമൈസ്. അതായത് കൃത്യമായി ഫ്യൂച്ചറിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എക്സ്പേർട്സിന്, ഡിസിഷൻ മേക്കേഴ്സിന് അധികം കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഫ്യൂച്ചർ റിട്ടേൺസ് എത്രയായിരിക്കും എന്ന് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചെന്ന് വരില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലിമിറ്റേഷൻ കൂടി, അപ്പോൾ അത് ഫർദർ മാക്സിമൈസ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യില്ല എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം പറയുന്നത്. ദെൻ ദിസ് അപ്രോച്ച് ഇസ് കംപ്ലീറ്റ്ലി സൈലന്റ് ഓൺ ദ ടൈമിംഗ് ഓഫ് പ്രോഫിറ്റ് ടു ബി മാക്സിമൈസ്ഡ്. അതായത് ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാകുമ്പോൾ ഇവിടെ കൺസ്യൂമേഴ്സിനെയും വർക്കേഴ്സിനെയും ഒക്കെ വല്ലാണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായേക്കാം. ദെൻ ഇറ്റ് അട്രാക്ട്സ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവും. കാരണം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഒബ്ജക്റ്റീവ് വരുന്നത്. സോ ഇറ്റ് അട്രാക്ട്സ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. Then it does not take into consideration the welfare of the society. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ അവിടെ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് പ്രാധാന്യം നൽകില്ല എന്നുള്ള ക്രിറ്റിസിസവും ഈ ഒരു ഒബ്ജക്റ്റീവിന് ഉണ്ട്. അതായത് വീഗ് ആയിട്ടുള്ള, ആംബിഗ്യസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ, അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ റിസ്ക് ഫാക്ടർ
ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റേഷൻ, വർക്കേഴ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ കൺസ്യൂമേഴ്സിനെ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അൺഎത്തിക്കൽ ആയിട്ടുള്ള, കറപ്റ്റഡ് ആയിട്ടുള്ള, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിലേക്ക് ഇത് ലീഡ് ചെയ്യുകയും ചെയ്യും. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രിറ്റിസിസംസ് ഈ ഒരു ഒബ്ജക്റ്റീവിനുണ്ട്. ഓക്കെ, ദെൻ the other objective of financial management is wealth maximization. Maximization of wealth എന്നതാണ് objective. According to Solomon Ezra, the ultimate goal of the financial management is maximization of owner's wealth. Owner's wealth increase ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. According to him, the maximization of profit is half and unreal motive. He further said that proper goal of financial management is maximization of wealth of equity shareholders. Equity shareholdersന്റെ wealth increase ചെയ്യുക എന്നുള്ളതിന് പ്രാധാന്യം നൽകുന്ന ഒബ്ജക്റ്റീവ് ആണ് wealth maximization എന്ന് പറയുന്നത്. Maximization of wealth means maximization of market price per share in the long run. Long run-ൽ ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്. Wealth maximization is an appropriate decision criterion for financial management decision because it removes the limitations of financial management criterion. അതായത് profit maximization ഒബ്ജക്റ്റീവിന്റെ ക്രിറ്റിസിസത്തിനൊക്കെ റിമൂവ് ചെയ്യുന്ന തരത്തിലാണ് വെൽത്ത് മാക്സിമൈസേഷന്റെ ഗുണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. The wealth maximization approach aims at maximizing the wealth of shareholders by increasing the earnings per share. EPS കൂട്ടിക്കൊണ്ടാണ്, അതായത് ഇൻക്രീസ് ചെയ്യിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. The advantages of wealth maximizations are it considers time value of money. നേരത്തെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് കൺസിഡേഴ്സ് ദ ഇമ്പാക്ട് ഓഫ് റിസ്ക് ഫാക്ടർ. ദ നെറ്റ് എഫക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബെനിഫിറ്റ്സ് ക്യാൻ ബി മെഷേർഡ് ക്ലിയർലി. It guides the management in framing suitable dividend policy. It focuses on long-term growth and development of an organization. ഇതൊക്കെയാണ് വെൽത്ത് മാക്സിമൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതായത് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിൽ നെറ്റ് ഇഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബെനിഫിറ്റ് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്, ബിക്കോസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓണേഴ്സ്, എംപ്ലോയീസ്, പബ്ലിക് അവരൊക്കെ കെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്നത്. ദെൻ ഇറ്റ് ഗൈഡ്സ് ദ മാനേജ്മെന്റ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ ഡിവിഡൻഡ് പോളിസി. നല്ലൊരു ഡിവിഡൻഡ് പോളിസി, എത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള ഡിവിഡൻഡ് കൊടുക്കണം, അതുപോലെ എത്ര റീറ്റെയിൻ ചെയ്യണം എന്ന പോളിസിയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഡിവിഡൻഡ് പോളിസി ഫ്രെയിം ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അതേസമയം ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഇറ്റ് ഇസ് നോട്ട് സോഷ്യലി ഡിസൈറബിൾ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് വാട്ട് ഫേംസ് ആക്ച്വലി ഡു. ഇറ്റ് ഈസ് ഓൾസോ പ്രോഫിറ്റ് മാക്സിമം. വെൽത്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഒക്കെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ കൂടുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് നെയിം ഓഫ് profit maximization എന്നുള്ള ക്രിറ്റിസിസവും ഈ ഒരു ഒബ്ജക്റ്റീവ് നേരിടുന്നുണ്ട്. The concept of increasing the wealth of a shareholders differ from company to company. കമ്പനി ടു കമ്പനി ഈ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. അവരുദ്ദേശിക്കുന്ന വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ക്രിറ്റിസിസം ആണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് വാട്ട് ഫേംസ് ആക്ച്വലി ഡു. എന്താണ് ഫേംസ് ആക്ച്വലി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയില്ലാത്ത ഒരു ഫോമാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇറ്റ് ലീഡ്സ് ടു കൺഫ്യൂഷൻ ആൻഡ് മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസിയെ വെദർ ടു ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അതല്ല മറ്റു പാർട്ടീസ് ഉണ്ടല്ലോ കമ്പനിയായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഡിബഞ്ചർ ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അവരുടെയൊക്കെ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. പിന്നെ ഇറ്റ് ഈസ് സോഷ്യലി ഡിസൈറബിൾ ആണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ.